Hi friends, welcome to Shame's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തിരുവനന്തപുരംകാരുടെ മാത്രം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള വടക്കൂട്ടുകറിയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും എന്നാലും വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ വടക്കൂട്ടുകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വട ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പിൽ നിന്നും ഒരല്പം കൂടി ഒരു ചെറിയൊരു പിടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിരിക്കുന്ന ഉഴുന്നാണ് കേട്ടോ ഇത്. ഈ ഉഴുന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അളവിൽ നമുക്ക് ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം വളരെ കുറച്ച് മാത്രം നമ്മൾ ഇതുപോലെ വട ചെയ്തെടുത്താൽ മതിയാവും. ഉഴുന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്, അതായത് ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതായത് നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കാനായിട്ട് അരച്ചെടുക്കില്ല, ആ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം കൂടുതലായി പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടത് മാവ് ഇങ്ങനെ ഇത്രയും കട്ടിക്കായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ലൂസായി പോകാനേ പാടില്ല. എങ്കിൽ പിന്നെ നമുക്കതങ്ങനെ വട പിടിക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ പേരിലാണ് മാവ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു വടകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ ഉരുളകളാക്കി ഇടാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ നമ്മുടെ ഈ വടക്കൂട്ടുകറി തയ്യാറാക്കി എടുത്തതിന് ശേഷം പിന്നീട് കറിയിലേക്ക് ഇട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് വലിയ ബോളായിട്ട് അങ്ങനെ കിടക്കും കേട്ടോ. അതിൻ്റെ പേരിലാണ് കുട്ടി കുട്ടിയായിട്ടുള്ള വടകൾ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. വളരെ കുറച്ച് എണ്ണയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പരന്നതിലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് കുട്ടി കുട്ടി ബോൾസ് ഇടാൻ വേണ്ടി പറ്റും. കുറച്ച് സമയം ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വടയെല്ലാം ഇവിടെ കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ പുറം ഭാഗം ക്രിസ്പിയും അകം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 2 പ്രാവശ്യം കൂടി നമുക്ക് വട തയ്യാറാക്കാനായിട്ടുള്ള മാവുണ്ട് കേട്ടോ. നമ്മുടെ വടയെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട കൂട്ടുകറിയും കൂടി പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കാരണം താളിപ്പിന് വേണ്ടിയിട്ട് പിന്നീട് എണ്ണ ചേർക്കേണ്ടതാണ്. അതിൻ്റെ പേരിൽ ഈ ഒരു സമയം കുറച്ച് മതിയാവും. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു 2 സവാള എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല, അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്കിതിലേക്ക് സവാള അരിഞ്ഞെടുക്കേണ്ടത്. സവാളയ്ക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതാക്കേണ്ട, ഒരു വലിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞിടാവുന്നതാണ്. ഒരുപാട് ഉരുളക്കിഴങ്ങൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിക്കൊടുത്ത് നമ്മുടെ സവാള എല്ലാം ഒന്ന് ഇതളുകളായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലകളാണ് കേട്ടോ. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ്. നമ്മുടെ വടക്കൂട്ടുകറിയുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചേർത്തേക്കണം. കൂടെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി. ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്
ഒരു 3 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി രണ്ടാം തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യത്തെ ഫസ്റ്റ് ഒരു 3/4 കപ്പ് അളവിലുള്ള തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബാക്കി വെള്ളം ഒരു 2.5 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മളിതിലേക്ക് രണ്ടാം തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അതാണ് ഈ വടക്കൂട്ട് കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഈ ഒരു സമയം തന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരുള്ളൂ. ചെറിയ പച്ചമുളകിൽ ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് കറിവേപ്പില പിന്നീട് നമ്മൾ താളിച്ച് ചേർക്കുന്നുണ്ട്. എന്നാലും ആ ഫ്ലേവർ നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതായത് ഈ തേങ്ങാപ്പാലും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ദാ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കൂട്ടുകറിയുടെ ആ ഒരു തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ലൂസായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ നല്ലതുപോലെ കുറുകിയ ചാറോട് കൂടിയായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഉരുളക്കിഴങ്ങെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണ്. കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വടകളെല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വടകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ലൂസായിട്ട്, അതായത് നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒന്ന് വറ്റുന്നതിന് മുൻപേ തന്നെ നമ്മൾ വടകൾ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ളതല്ല നമ്മുടെ വടക്കൂട്ടുകറി എന്ന് പറയുന്നത്. നമ്മുടെ ഇങ്ങനെ ഇലയിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് നല്ലതുപോലെ അല്പം പോലും വെള്ളം ഒന്നും അതിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നല്ല കട്ടിക്ക് വേണം വടക്കൂട്ടുകറി കിട്ടാനായിട്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം തേങ്ങാപ്പാലും കൂടി നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവുന്നതാണ്, 1-ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ നിന്നൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയാണ്. ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയ്ക്ക് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ വടക്കൂട്ടുകറി അതിൻ്റെതായ കറക്റ്റ് തനതായ രുചിയിലെത്തുള്ളൂ. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നും പരിപ്പും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് വറ്റൽമുളകും കൂടി. ഒരു 4-5 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഫൈനലി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിപ്പ് വടക്കൂട്ടുകറിയിലേക്ക് ചേർക്കാം. നമ്മുടെ ഈ താളിപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. എപ്പോഴാണോ സെർവ് ചെയ്യേണ്ട സമയം ആ ഒരു സമയത്ത് മാത്രം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ എല്ലാം നല്ലതുപോലെ തന്നെ അത് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വടക്കൂട്ടുകറി വളരെ രുചികരമായിട്ടുള്ളൊരു വടക്കൂട്ടുകറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സദ്യ ഇറക്കുമ്പോൾ മസ്റ്റായിട്ട് വടക്കൂട്ടുകറി സൈഡിലുണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊരു വടക്കൂട്ടുകറി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഓണത്തിന് സദ്യയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.